ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് പെറ്റ്സ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്, 10 മാസം പ്രായമുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 2500 ആണ്, 2500 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത്, 10 മാസം പ്രായമുള്ളത്. അപ്പോൾ സെമി അഡൽട്ടിന് വന്നിരിക്കുന്നത് 10 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇതിനെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഒരു അഡൽട്ട് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാലയടുത്ത് പുളിയന്നൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 4 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 5000 ആണ്, 5000 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ അഡൽട്ട് ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് എടുത്ത് അയക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ടുള്ള ഒരു 20 to 30 സെക്കൻഡൊക്കെ ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. റേറ്റും പ്ലേസും മെസ്സേജ് അയക്കാൻ മറക്കരുത്. നല്ലൊരു അടിപൊളി ലാബിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കിറ്റൻസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അതും ഫീമെയിൽ കിറ്റൻസാണ്, ഫീമെയിൽ കിറ്റൻ മാത്രമേ ഉള്ളൂ സെയിലിനായിട്ടുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ബേക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫീമെയിൽ കിറ്റൻസിന് അവർ ചോദിച്ചിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2500 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ളത്. 2500 ആണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. സെമി പഞ്ചാണ് കാറ്റഗറി വന്നിരിക്കുന്നത്. അടുത്ത നമുക്ക് കോഴിക്കോട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കൊനൂറുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊനൂറുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മൊത്തം 5 പീസ് കൊടുക്കാനുണ്ട്. രണ്ട് പെയേഴ്സാണ് വന്നിരിക്കുന്നത്. അതിലൊരു പെയർ വന്നിരിക്കുന്നത് DNA ഉള്ള ഒരു പെയർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വിത്തൗട്ട് DNA ഉള്ള ഒരു പെയറും വന്നിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ പീസും. അപ്പോൾ നിങ്ങൊരു പെയറായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ DNA ഉള്ള പെയറിനെ വെച്ച് ചോദിക്കുന്നത് 5000 രൂപയും വിത്തൗട്ട് DNA ഉള്ള പെയറും ആ സിംഗിൾ പീസ് അടക്കം 4000 രൂപയാണ് ചോദിക്കുന്നത്. ബൾക്കായിട്ട് 5 ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അവർ 7500 രൂപയാണ് ചോദിച്ചിരിക്കുന്നുള്ളൂ. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ബൾക്കായിട്ട് 5 ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 7500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അർജൻറ്റ് സെയിലാണ്. അപ്പോൾ ഈ കൊന്നൂറുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല ഓഫറിലൊക്കെയാണ് വന്നിരിക്കുന്നത്. DNA ഉള്ള പെയറും ടോട്ടലി എടുക്കുകയാണെങ്കിൽ 7500ഉം സിംഗിൾ പെയറായിട്ട് എടുക്കുകയാണെങ്കിൽ DNA ഉള്ളതിന് 5000ഉം 5000ഉം വിത്തൗട്ട് DNA ഉള്ളത് പിന്നെ സിംഗിൾ പീസൊക്കെ 3 അടക്കം 4000 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബീഗിളിൻ്റെ പപ്പീസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വെറും 7000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ബീഗിളിൻ്റെ പപ്പീസ് മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. പാലക്കാടാണ് ലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. വെറും 7000 രൂപ, 7000 ആണ് ചോദിച്ചിട്ടുള്ളത്. പപ്പീസ് വന്നിരിക്കുന്നത് ബൈക്ക് കളറാണ് പപ്പീസ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. 7000 രൂപ. അടുത്ത് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പോമറേനിയൻ്റെ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ പപ്പീസ് 3500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 3500 പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസുകൾ 3500 രൂപ. ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് പപ്പീസുകൾ കൊടുക്കാനുണ്ട്.
അപ്പോൾ അതേപോലെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്നത് പോമറേനിയൻ്റെ പപ്പീസും അതേപോലെ ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസ് 3000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ്. അവർ ചോദിച്ചിരിക്കുന്നത് 3000. ലിവർ ആൻഡ് ടാൻ കളറുണ്ട്, ബ്ലാക്ക് ആൻഡ് ടാനുണ്ട്. ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസുകൾ മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. 3000 റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി. അടുത്ത് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഷിറ്റ്സുൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പീസ് വിത്ത് KCI സർട്ടിഫിക്കറ്റ് എടുക്കണം വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 15000 രൂപയാണ്. ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് 15,000 രൂപയാണ്. 15,000 ഒരു പപ്പിയുടെ റേറ്റ് വിത്ത് KCI സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുന്നത്. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പീസും ഉണ്ട്. അപ്പോൾ ഷിറ്റ്സിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം അവരോട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അത് സെയിം ബ്രീഡറാണ് വന്നിരിക്കുന്നത്. ഇഗ്വാന, ഗ്രീൻ ഇഗ്വാനയുടെ ബേബീസുകൾ 6000 രൂപയാണ് വരുന്നതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ബ്രീഡർ എന്ന് പറയുന്നത് ഷിറ്റ്സിൻ്റെ പപ്പീസും അതേപോലെ ഗ്രീൻ ഇഗ്വാനയുടെ ബേബീസുമാണ് വന്നിരിക്കുന്നത്. റേറ്റ് 6000 രൂപയാണ് വരുന്നതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. 6000 നെഗോഷ്യബിൾ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ക്രോസ് ബ്രീഡിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജർമ്മൻ ഷിപ്പേർഡും ലാബിൻ്റെയും ക്രോസ് ആയിട്ടുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മാഹിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 3000 രൂപയാണ്. 3000 ഈ ക്രോസ് ബ്രീഡ് പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. മാഹിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ജർമ്മൻ ഷിപ്പേർഡ് ആൻഡ് ലാബ് ക്രോസ് ആയിട്ടുള്ള പപ്പീസ്. അപ്പോൾ നല്ല വാച്ചിങ്ങിനും ഗാർഡിയനൊക്കെ നല്ല റേറ്റ് കുറവിന് ക്രോസ് ബ്രീഡ് പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. ജർമ്മൻ ഷിപ്പേർഡിൻ്റെ നല്ല പപ്പികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പെറ്റ്സിനൊക്കെ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള പെറ്റ്സിൻ്റെയൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാക്സിമം അതിൻ്റെ വീഡിയോസൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. സെയിൽ പോസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് പെറ്റ്സിനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതിൻ്റെയൊക്കെ പേരുകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നതിൽ പ്രാവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് പ്രാവിൻ്റെയും വീഡിയോസ് മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. അടുത്ത നമുക്ക് പപ്പീസ് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ലാബിൻ്റെ പപ്പീസും അതേപോലെ പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ലാബിൻ്റെ ഫീമെയിൽ പപ്പീസ് മാത്രമാണ് ഇവിടെ കൊടുക്കാനുള്ളത്. വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്, ഓഫ് വൈറ്റ് കളർ. അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്, ലാബിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 4500 രൂപയാണ്. 4500 ആണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് ലൊക്കേഷൻ. അതേപോലെ അവിടുന്ന് വന്നിരിക്കുന്നത് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ നല്ല അടിപൊളി പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസുകൾ. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 2500 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. 2500 ആണ് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസ് വന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പെറ്റ്സിൻ്റെ പേരുകളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ ഡോഗിനെ ഇഷ്ടപ്പെടുന്ന ടീമാണെന്ന് തോന്നുന്നു. നിങ്ങൾ പ്രാവ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.